വിഷരഹിതമായ ജൈവ കൃഷി ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. ജൈവ കൃഷിയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അടിവളം അല്ലെങ്കിൽ ജൈവവളം എന്ന് പറയുന്നത്. ആ ജൈവവളത്തിൽ തന്നെ നമ്മൾ വളപ്രയോഗത്തോടൊപ്പം രോഗപ്രതിരോധവും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജൈവ കൃഷിയിലെ പല ക്ലാസ്സുകളിലും പല ട്രെയിനിങ്ങുകളിലും പല മാഗസിനുകളിലും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം എന്ന് പറയുന്നത്. അതായത് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്രക്കുമിളാണ്. ആ മിത്രക്കുമിളിനെ നമ്മൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാണകപ്പൊടി, വേപ്പുമണ്ണാക്ക്, മണൽ കമ്പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഇരട്ടിപ്പിക്കുന്ന 100% ഇരട്ടിപ്പിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ ട്രൈക്കോഡർമ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളങ്ങളൊക്കെ മണ്ണിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. മണ്ണിൽ തന്നെ ഒരുപാട് നല്ല കുമ്പളമുണ്ട്, ചീത്ത കുമ്പളമുണ്ട്. അത് ചീത്ത കുമ്പളകളെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിരോധ ശക്തി, ചെടിക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടാനും മണ്ണിലൂടെ പകരുന്ന അസുഖങ്ങൾ തടയാനും, അതുപോലെ ഇലപ്പുള്ളി രോഗം അല്ലെങ്കിൽ പെട്ടെന്ന് ചീയ, ദ്രുതവാട്ടം, വേര് ചീയല്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ 90% സക്സസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ മാർഗ്ഗമാണ് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളം. നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കൂടുതൽ ഇലപ്പുള്ളി രോഗങ്ങൾ വരാറുണ്ട്. ജൈവ കൃഷി ചെയ്യുമ്പോൾ ഇലപ്പുള്ളി, അതായത് ഏറ്റവും താഴത്തെ ഇലത്തട്ടിലാണ് ഇലപ്പുള്ളി കൂടുതലും കണ്ടുവരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ മണ്ണിൽ നിൽക്കുമ്പോൾ, മണ്ണിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ അതിലുള്ള കുമിളുകൾ, പൊട്ടക്കുമിളുകൾ വന്ന് വളർന്നിട്ടാണ് ഈ ഇലപ്പുള്ളി രോഗം പ്രധാനമായിട്ടും ഒരു കുമിളി രോഗമായിട്ട് വരുന്നത്. അപ്പം നമ്മളത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മിത്രക്കുമിളുകളെ വിട്ട് പരമാവധി അതിന് രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളി ചൂടുള്ള വേപ്പും മണ്ണാക്ക് മില്ലിൽ നിന്ന് നേരിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കൂട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഫാമിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു 50 സെന്റില് നമ്മൾ ഹൈടെക് ഫാമിംഗ്, അതായത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള ഒരു ബെഡ്രിക്കൽ അടിവളം നമ്മൾ തയ്യാറാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളം ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളി നാടൻ വേപ്പും പിണ്ണാക്ക് നമ്മൾ മില്ലിൽ നിന്ന് നേരിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇതും അതുപോലെ ചാണകപ്പൊടിയും ട്രൈക്കോഡർമയും കൂടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് എൻറിച്ച്മെന്റിന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വേപ്പും പിണ്ണാക്ക് നന്നായിട്ടൊന്ന് നൈസായിട്ട് പൊടിച്ചു കൊടുക്കാം ആദ്യം. നമുക്ക് കൃഷിക്ക് വേണ്ടത് ഇവിടെ 500 കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 50 കിലോ പിണ്ണാക്ക് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മെയിനായിട്ടും ചാണകപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ചാണകപ്പൊടി പല രീതിയിലും നമ്മൾ ഉണക്കി പൊടിക്കാറുണ്ട്. അതായത് വെയിലത്തിട്ടോ അല്ലെങ്കിൽ മണ്ണിലിട്ടിട്ടോ ഉണക്കി പൊടിക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാമിൽ തന്നെ പശുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയധികം വളം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. മണ്ണിലിട്ടിട്ട് ഉണക്കി പൊടിച്ച നല്ല കോൺക്രീറ്റ് തറയിലിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള നല്ല അടിപൊളി ചാണകപ്പൊടിയാണ് നമുക്കുള്ളത് കേട്ടോ. നമ്മൾ ഈ ചാണകപ്പൊടി തണലത്തിട്ട് ഉണക്കി പൊടിച്ചപ്പോൾ അതിന്റെ ന്യൂട്രിയൻസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വളം തയ്യാറാക്കുന്നതിന്റെ നായകൻ അല്ലെങ്കിൽ മെയിൻ അമരക്കാരൻ എന്ന് പറയുന്നത് ഈ ട്രൈക്കോഡർമ വിറിഡെ എന്ന് പറയുന്ന ഒരു മിത്രക്കുമിളാണ്, ജൈവ മിത്രക്കുമിളാണ് കേട്ടോ. അത് സാധാരണ രീതിയിൽ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളൊക്കെ തയ്യാറാക്കുമെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നേരിട്ട് കാർഷിക സർവകലാശാലയിലെ മൈക്രോ ബയോളജി ലാബിൽ നിന്ന് സംഘടിപ്പിക്കുന്ന സാധനമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവനുള്ള കുമിളുകളാണ്. അപ്പോൾ അത് നല്ല ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കുകയും നല്ല രീതിയിൽ സ്റ്റോറേജ് ചെയ്താലാണ് ഇത് ലൈഫ് ലോങ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നല്ല എക്സ്പയറി ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓഗസ്റ്റ് 7-ാം തീയതി പാക്ക് ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 മാസമാണ് ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് മാത്രം ഇത് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വളക്കൂട്ടിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 90 കിലോ ചാണകപ്പൊടിക്ക് 10 കിലോ വേപ്പുമണ്ണാക്കും 1 കിലോ ട്രൈക്കോഡർമയും കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ചാണകപ്പൊടിയിലേക്ക് ആദ്യം തന്നെ വേപ്പുമണ്ണാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഈ വളക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഒരു പുട്ടുപൊടി പരുവത്തിലാണ് നമ്മളെപ്പോഴും ഇത് ഈ കുമിളുകൾക്ക് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ എപ്പോഴും നന്നായിട്ട് കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് പുട്ടുപൊടി കണക്കിനെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ ട്രൈക്കോഡർമ വിതറി കൊടുത്തിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം, സ്പ്രേ ചെയ്തിട്ട്.
ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഒന്നും കൂടി വെള്ളം സ്പ്രേ ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ശേഷം ചണച്ചാക്ക് നനച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മൂടി ഇടണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് വെള്ളം നനവ് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് കൊടുത്തിട്ട് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് പച്ച കളറിലൊരു ഫംഗസ് നമ്മൾ ഈ ബ്രെഡിനൊക്കെ പൂപ്പൽ വന്ന പോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ട്രൈക്കോഡർമ എൻട്രിച്ച് ചെയ്ത് വന്നിട്ടായിരിക്കും. അപ്പോഴാണ് നമുക്കത് വളം പ്രയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാനായിട്ട് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും